അവൻ കഫർന്നഹൂമിൽ വന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചതുകൊണ്ട് മിണ്ടാതിരുന്നു. അവൻ ഇരുന്ന് പന്തി ഇരുവരെയും വിളിച്ചു. ഒരുവൻ മുമ്പൻ ആകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകേണം എന്നു പറഞ്ഞു. ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട്, ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. വലിയവൻ ആകുന്നത് തെറ്റല്ല, എന്നാൽ വലിയവൻ ആകുവാനുള്ള മാനദണ്ഡം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സാരോപദേശം മറ്റൊരുവൻ്റെ ശുശ്രൂഷക്കാരനായി തീരുക, മറ്റൊരുവനെ ശുശ്രൂഷിക്കുക. ഏറ്റവും ഒടുക്കത്തവൻ ആകുന്നവനാണ് ഏറ്റവും വലിയവൻ ആയിത്തീരുന്നത്. ശിശുവിൻ്റെ മനസ്സ് എളിമയും താഴ്മയും വിനയവും നിഷ്കളങ്കവുമുള്ള ഒരു നല്ല മനസ്സുള്ള ആളാണ് വലിയവൻ ആയിത്തീരുന്നത്. ആയതിനാൽ വലിയവൻ ആകുവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ സാരോപദേശത്തെ, ആ നല്ല വചനങ്ങളെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ, അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വലിയവനായി തീരുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.